ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിലാണ് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. നമുക്ക് ആദ്യം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ഡെവലപ്പ് ചെയ്തൊരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ കൺട്രി ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അത് ഒരു രാജ്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഗുഡ് ഓർ സർവീസ് യൂസിങ് ഫ്യൂവർ റിസോഴ്സസ് ഓർ വിത്ത് ഹയർ പ്രൊഡക്ടിവിറ്റി. അതായത് ഫ്യൂവർ റിസോഴ്സ് വെച്ചോ, അത് കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലോ ഇത് ഒരു രാജ്യത്തിന് സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ പ്രൊഡക്റ്റീവായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ചോ ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്, ഏത് രാജ്യത്തിനാണോ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയുക ആ രാജ്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം രണ്ട് രാജ്യങ്ങളാണെന്ന് വയ്ക്കുക, ഇന്ത്യയും ജപ്പാനും. ഓക്കെ, അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെയും റൈസും കാറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഈ ടേബിളിൽ പറയുന്നത്. ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ടൺ പെർ വർക്കറാണ്, അതായത് ഒരു വർക്കർക്ക് 10 ടൺ റൈസ് ഇന്ത്യക്ക് ഉണ്ടാകാൻ കഴിയും. എന്നാൽ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ 5 ടൺ റൈസേ ഒരു വർക്കറെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, എന്നാൽ കാറിൻ്റെ കാര്യം നോക്കുക, ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ പെർ വർക്കർ 2 കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എന്നാൽ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ പെർ വർക്കർ 8 കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് അടുത്ത സെനാറിയോ എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എക്സാമ്പിൾ വരുന്ന സെനാറിയോ ഇതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ഇന്ത്യ ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ റൈസ്. നേരത്തെ ടേബിളിൽ മനസ്സിലാക്കി ഇന്ത്യക്ക് റൈസിന്റെ കാര്യത്തിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ജപ്പാനെ അപേക്ഷിച്ച്. ഓക്കെ, അതായത് ഇന്ത്യ 10 ടണ്ണാണ് പെർ വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജപ്പാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5 ടണ്ണാണ്. അപ്പം ഇതിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇന്ത്യക്കാണ്. എന്നാൽ കാറിന്റെ കാര്യത്തിലാണെങ്കിലോ ജപ്പാൻ ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ കാർസ് ബിക്കോസ് വൺ വർക്കർ പ്രൊഡ്യൂസ് മോർ കാർസ്. അതായത് 8 കാറാണ് ജപ്പാൻ ഉണ്ടാക്കുന്നത് പെർ വർക്കർ വെച്ചിട്ട്, എന്നാൽ ഇന്ത്യ 2 കാറേ ഉണ്ടാക്കുന്നത്. കാറിന്റെ കാര്യത്തിൽ ജപ്പാനാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ആഡം സ്മിത്ത് പറയുന്ന പ്രകാരം രണ്ട് രാജ്യങ്ങളിലും ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്റ്റ് വേർ ദേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ദെൻ ട്രേഡ്. അതായത് രണ്ട് രാജ്യങ്ങൾക്കും, ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ റൈസ് ഉൽപ്പാദനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ കാർ ഉൽപ്പാദനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കാറുകൾ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, ജപ്പാൻ ആവശ്യമായ അരി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് ആഡം സ്മിത്ത് പറഞ്ഞ പ്രകാരം. ഓക്കെ, ദിസ് ഇൻക്രീസസ് ടോട്ടൽ ഔട്ട്പുട്ട് ആൻഡ് അലൗസ് ബോത്ത് കൺട്രീസ് ടു ബെനിഫിറ്റ്. അതായത് വേൾഡിൽ മൊത്തമുള്ള ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, കൂടുതൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയും രണ്ട് രാജ്യത്തിനും ബെനിഫിറ്റായി വരികയും ചെയ്യും എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം, ആഡത്തിന്റെ അഭിപ്രായം. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. ഈ അസംഷൻസിന്റെ ബേസിലാണ് ഇദ്ദേഹത്തിന്റെ തിയറി റൺ ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് there are only 2 countries and 2 goods. രണ്ട് രാജ്യങ്ങളും രണ്ട് ഗുഡ്സേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാന്റെ ഇന്ത്യയുടെ കാര്യത്തിൽ. അടുത്ത ലേബർ ഈസ് ദ ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ലേബർ മാത്രമാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ഗുഡ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ലേബർ ഈസ് ഹോമോജീനിയസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വർക്കേഴ്സ് ഹാവ് ദ സെയിം സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വിത്തിൻ എ കൺട്രി. എല്ലാ വർക്കേഴ്സിനും ഒരേ പ്രൊഡക്ടിവിറ്റിയാണ്, ഒരേ സ്കില്ലാണ് എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് ലേബർ ഈസ് പെർഫെക്റ്റ്ലി മൊബൈൽ വിത്തിൻ എ കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. അതായത് ഒരു ലേബർക്ക് രാജ്യത്തിന് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് അദ്ദേഹത്തിന് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാം. എന്നാൽ രാജ്യത്തിന് പുറത്തോട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ഫ്രീ ട്രേഡ് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ടാരിഫ് കോട്ട ഒന്നും ഇല്ലാതെ ഫ്രീ ട്രേഡ് ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു വിത്ത് നോ ടാരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് നോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആർ ഇൻവോൾവ് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്. അതൊക്കെ അസംഷൻസ് മാത്രമാണ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്കും സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അടുത്ത റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ് ഇൻ ബോത്ത് കൺട്രീസ്. എല്ലാ റിസോഴ്സസും ഫുള്ളി എംപ്ലോയിഡ് ആണ്, എന്ന് വെച്ചാൽ ഐഡിയൽ ആയിട്ടുള്ള റിസോഴ്സ് ഒന്നും ഇല്ല. അപ്പം ഒരു ലേബർ പോലും തൊഴിലില്ലാതിരിക്കുന്നില്ല, അൺഎംപ്ലോയ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഇവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്. അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതായത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വെച്ചാൽ ഡബിളിങ് ഇൻപുട്സ് ഡബിൾസ് ഔട്ട്പുട്ട്. അതായത് ഇപ്പൊ ഇൻപുട്ട് ഡബിൾ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഡബിൾ ആവും. ഓക്കെ, എത്ര ഇൻപുട്ട് ഡബിൾ ചെയ്യുന്നു അത്രയും ഔട്ട്പുട്ടും ഡബിൾ ആവും. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്, ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് അസംഷൻ ആണ്. അടുത്ത ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് പ്രൊഡക്ഷനിലുടനീളം
ടെക്നോളജി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നു, ടെക്നോളജിക്ക് അപ്ഗ്രഡേഷൻ ഒന്നുമില്ല എന്നൊരു അസംഷൻ ഉണ്ട്. അടുത്തത് ലാസ്റ്റ് അസംഷൻ ഇതാണ്, കൺട്രി സ്പെഷ്യലൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ ഗുഡ്സ് ഇൻ വിച്ച് ദേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അത് ഒരു രാജ്യം ഫുള്ളായിട്ടും ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ റൈസ് പ്രൊഡക്ഷനിൽ മാത്രം, അതിലല്ല ഇന്ത്യക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പം അതിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ നോക്കാം. ദ തിയറി cannot explain trade when one country has an absolute advantage in producing all goods. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യക്ക് രണ്ട് ഗുഡിലും, റൈസിൻ്റെ കാര്യത്തിലും കാറിൻ്റെ കാര്യത്തിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തിയറി വർക്ക് ആവത്തില്ല. അപ്പം ഇങ്ങനെ പറയാം, ഇന്ത്യ ഏതിൽ സ്പെഷ്യലൈസ് ചെയ്തെന്ന് പറയാൻ പാടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ലിമിറ്റേഷൻ ഈ തിയറിക്കുണ്ട്. ദിസ് ലിമിറ്റേഷൻ വാസ് ലേറ്റർ അഡ്രസ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ എന്ന എക്കണോമിസ്റ്റ്. ഈ പരിമിതി അഡ്രസ്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു തിയറി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.